നമ്മുടെ വീടുകളിൽ നമ്മൾ ചില ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കാറുണ്ട്. എന്നാൽ ചില ചെടികൾ വെച്ചു പിടിപ്പിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചെടികളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വിവിധ തരം മരങ്ങളും ചെടികളും നിറഞ്ഞതാണ് ഓരോ വീടിൻ്റെയും ചുറ്റുപാടും. തനിയെ വളർന്നതും നാം വെച്ചു പിടിപ്പിച്ചതുമായ പലതരം ചെടികൾ വീടിന് ചുറ്റും ഉണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ചെടികൾ വച്ചു പിടിപ്പിക്കുമ്പോൾ ചില അപകടങ്ങൾ നമ്മൾ അറിയാറില്ല, അല്ലെങ്കിൽ നമ്മളത് ഗൗനിക്കാറില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നമ്മെ നെഗറ്റീവായി ബാധിക്കുന്ന ചില ചെടികളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. അതായത് ഒന്നാമത്തേന്ന് വെച്ചാൽ മനോഹരമായ പൂക്കൾ നിറഞ്ഞ ചെടിയാണ് അരളിച്ചെടി. പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനും ഭംഗിക്കും തലയിൽ ചൂടാനും ഒക്കെ നാം അരളിച്ചെടി വച്ചു പിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ചെടി വീടിന് സമീപം നടുന്നത് ദോഷം ആണ് എന്നാണ് മുതിർന്നവർ പറയുന്നത്. തനിയെ വളർന്നു വരുന്ന അരളി പൂത്താൽ വലിയ ദോഷമാണ് വീട്ടിലുള്ളവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വിശ്വാസം. അതായത് അരളി 2 തരം അല്ലെങ്കിൽ 3 തരം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് വിഷമുള്ള അരളിയും വിഷമില്ലാത്ത അരളിയും. ഈ അടുത്ത കാലത്താണ് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടത് അരളി കഴിച്ചിട്ട് ഒരു പെൺകുട്ടി മരിച്ചത്. അപ്പോൾ ആ അരളിയിൽ വിഷാംശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു അരളിയിൽ വിഷാംശം ഇല്ല എന്നും പറയപ്പെടുന്നു. നമുക്ക് തിരിച്ചറിയാൻ, സാധാരണ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റൊന്നാണ് കള്ളിച്ചെടികൾ. അതായത് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കാൻ കഴിവുള്ളവയാണ് കള്ളിച്ചെടികൾ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവ വീടിന് സമീപത്തോ പ്രധാന വാതിലിന് സമീപത്തോ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. കള്ളിച്ചെടികൾ ഉള്ള വീടുകളിൽ രോഗം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 2 ചെടികളും പരമാവധി നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് മാന്യ പ്രേക്ഷകർ ഒന്ന് പരിശ്രമിക്കുക. വെറുതെ എന്തിനും നമ്മൾ വഴി പോണ വയ്യാവലി പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ.